തൂഫാൻ വന്നതിന് ശേഷം ഒരു ദിവസം റിപ്പോർട്ട് ചെയ്ത കേസുകൾ കേരളം മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 500, 600 അത്രയും ഒരു നമ്പേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. കേസുകളുടെ എണ്ണവും അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണവും. രേഷ്മ, അപ്പൊ നമുക്കറിയാൻ ഭരിക്കുന്ന പാർട്ടിയാണ്, ആഭ്യന്തരം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആവുമ്പം VD സതീശന്റെ ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണോ ഈ ഒരു സാഹചര്യത്തിൽ? നമ്മുടെ അടുത്ത മുഖ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് എനിക്ക് തോന്നുന്നല്ല, ഞാൻ ഏറെക്കുറെ ഉറപ്പിച്ചു. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ലഹരിക്കെതിരെ ഒരു ആഭ്യന്തരമന്ത്രി നേരിട്ടിറങ്ങി ഒരു ഇതുപോലെ തന്നെ റാലികൾ നടത്തുന്നതും. രേഷ്മേ, ഗുണ്ടകളല്ല സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ഇന്നലെ രമേശ് ചെന്നിത്തല നമ്മുടെ പെരുമ്പാവൂർ വെച്ചത് നമ്മുടെ ആ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു 2031 അടുത്ത ഇലക്ഷൻ അപ്പോഴാണല്ലോ, നമ്മുടെ അടുത്ത മുഖ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് എനിക്ക് തോന്നുന്നല്ല, ഞാൻ ഏറെക്കുറെ ഉറപ്പിച്ചു. രേഷ്മയ്ക്ക് എന്താ തോന്നുന്നേ? ഏകദേശം അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ എന്നല്ല, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും അർഹനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൂഫാൻ വന്നു. ഇന്നലെ പെരുമ്പാവൂരിൽ തൂഫാന്റെ ഭാഗമായിട്ട് ഒരു ബഹുജന റാലിയൊക്കെ നടന്നു. ഈ റാലി നടന്നപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, കേരളത്തില് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ലഹരിക്കെതിരെ ഒരു ആഭ്യന്തരമന്ത്രി നേരിട്ടിറങ്ങി ഒരു ഇതുപോലെ തന്നെ റാലികൾ നടത്തുന്നതും ഈ അതിഥി തൊഴിലാളികളുമായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ ഈ പെരുമ്പാവൂരിലെ ഈ തൂഫാൻ പരിപാടിയിൽ സ്കൂളുകളിൽ ഉൾപ്പെടെ നിരവധി പേര് പങ്കെടുക്കുന്നതൊക്കെ, അതായത് വലിയൊരു പരിപാടി തന്നെയായിരുന്നു. അപ്പം അത് ലഹരിക്കെതിരെ ഇത്രയും വലിയൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു റാലി സംഘടിപ്പിച്ച് അതിന്റെ നേതൃത്വം നൽകി അല്ലെങ്കിൽ അതിന് മുന്നിട്ട് നിന്നുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് വലിയൊരു രീതിയിൽ തന്നെ മാറുകയാണ്. കാരണം ജനങ്ങൾ അതിനെ കക്ഷി രാഷ്ട്രീയമില്ലാതെ അതിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ആഭ്യന്തരമന്ത്രി, അതായത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ കാരണമാകുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമതല ഏറ്റപ്പോൾ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അതിനെല്ലാം അടിമുടി മാറ്റി പോലീസ് സേനയിൽ അല്ലെങ്കിൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവരെ, നേരത്തെ പിണറായി പോലീസ് എന്നൊക്കെ പറയുന്ന അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പലരെയും ഈ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയായിരുന്നു അവിടെ തൊട്ടേയുള്ള ഈ ചെന്നിത്തലയുടെ തുടക്കം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിരുന്നു അടുത്ത ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഈ ഗൺമാൻ വിഷയമൊക്കെ അതിൽ വന്നതാണ്. കാരണം വീണ്ടും അത് പുനരന്വേഷണം നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അത് പറയുമ്പോൾ നമുക്കറിയാം ഓരോ കാര്യത്തിനും നടപടി ഉറപ്പാണ് എന്നുള്ളത്. ഈ രമേശ് ചെന്നിത്തല നമ്മളെ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒരു മാസത്തിന് മുമ്പേ കൊണ്ടുവന്നേ. അതില് പോലീസും എക്സൈസും എല്ലാവരും ചേർന്നിട്ട് ഏറെക്കുറെ ഇത് വൈപ്പ് ഔട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം ഈ പറയുന്ന എന്താ പറയാ ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ ഈ ബംഗാളികൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, അല്ലെ അതിഥി തൊഴിലാളികൾ യൂസ് ചെയ്യുന്നത്, അതല്ല പെരുമ്പാവൂർ ഇപ്പൊ അതിഥി തൊഴിലാളികൾ മാത്രമല്ലല്ലോ, കാര്യം ഇപ്പം അതങ്ങ് സ്പ്രെഡ് ആവുകയാണ്. കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് അങ്ങനെ, അതല്ല ഇന്നത്തെ കാലത്ത് അതിന് മുന്നേ പ്രായമുള്ള കുട്ടികൾ വരെ അത് അവരുടെയൊക്കെ കയ്യിലുണ്ട്. അപ്പൊ ഇത് അങ്ങനെ ഒരു സ്പ്രെഡ്, ഒരു വലിയൊരു വ്യാപനമായി മാറിയിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു പെരുമ്പാവൂർ എന്ന് പറയുന്നത്. ഒരു മാസത്തിന് മുന്നേ തന്നെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഇനിഷ്യേറ്റീവ് എടുത്തു. ആ ഒരു മാസം കൊണ്ട് ഇത്രയും റിസൾട്ട് വന്നു. അത് വലിയൊരു കാര്യമാണ്. ഇത്രയും റിസൾട്ട് വന്നതിന് ശേഷം അത് സക്സസ് ആയി എന്നുള്ളത് തന്നെ ഒരു വലിയ തെളിവാണ്. അതിനുശേഷം നമ്മുടെ രമേശ് ചെന്നിത്തല പെരുമ്പാവൂർ എത്തുന്നത്. അപ്പൊ അവിടെ നമുക്കറിയാം അത് ആ ഒരു റിസൾട്ട് കണ്ടത് കൊണ്ടാണല്ലോ അത്രയും ആൾക്കാർ അവിടെ തടിച്ചുകൂടിയതും അതിന്റെ ആ ഒരു എന്താ പറയാ കറക്റ്റ് ഗ്രീൻ ടിക്ക് വീണു എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ 10 വർഷ കാലയളവിൽ പല രീതിയിൽ അവിടുത്തെ ജനങ്ങൾ ആ പിണറായി സർക്കാരിന്റെ കാലത്ത് അവരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് പെരുമ്പാവൂരിലേക്ക് ഇത്തരം രീതിയിൽ ലഹരി വ്യാപനമുണ്ട്, ലഹരിക്ക് അടിമയായിട്ട് ഒരുപാട് പേരുണ്ട്, ബംഗാളികൾക്കിടയിൽ ഒരുപാട് ഇത് വിൽപ്പനക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നതാ. തുറന്നു പറഞ്ഞ മാത്രമല്ല, അതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളയും ചില അവസരങ്ങളിൽ മാത്രം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അഞ്ജന ഒന്ന് നോക്കിക്കേ, അതായത് ഈ ഒരു തൂഫാൻ വന്നതിന് ശേഷം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ദിവസം രജിസ്റ്റർ ചെയ്തിരുന്ന കേസുകൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയായിരുന്നു ഒരു MDMA കേസ് അറിയുന്നത്? ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ 1, 2 അങ്ങനെ അങ്ങ് പോകും. പക്ഷേ തൂഫാൻ വന്നതിന് ശേഷം ഒരു ദിവസം റിപ്പോർട്ട് ചെയ്ത കേസുകൾ കേരളം മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 500, 600 അത്രയും ഒരു നമ്പേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. കേസുകളുടെ എണ്ണവും അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണവും. അപ്പം ഒരു ദിവസം അത്രയും എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്?
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പെരുമ്പാവൂരിൽ നേരത്തെ ഈ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ ആഭ്യന്തരം ഏറ്റവും വലിയ പരാജയമാണ് എന്ന് പറയേണ്ടി വരും. കാരണം അന്നത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം ആഭ്യന്തരത്തിന്റെ കാര്യത്തിൽ വൻ പരാജയമാണെന്ന് തന്നെയാണ് എല്ലാവരും, അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടുത്തെ ബിനാമികളെ ഭയമായിരിക്കാം, അല്ലെങ്കിൽ പൈസ കൊടുത്തൊത്ത് തീർപ്പാക്കുന്നതായിരിക്കാം, എന്തോ ആവട്ടെ. പക്ഷേ അവിടെ വലിയൊരു പരാജയം ഉണ്ടായിരുന്നു. ഈ പെരുമ്പാവൂർ മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ ആഭ്യന്തരം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് വലിയ പരാജയമായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല കയറിയപ്പോൾ ആദ്യം ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞു, പെരുമ്പാവൂര് അത് തുടച്ചു നീക്കുമെന്ന് പറയുന്നു, ലഹരിക്കെതിരെ കഠിനമായിട്ട് തന്നെ പോരാടുമെന്ന് പറയുന്നു. അങ്ങനെ അതായത് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും വളരെ എത്രത്തോളം അതിനൊരു വ്യാപ്തി ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സിനിമാ മേഖലയിലൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ പിടികൂടുക അല്ലെങ്കിൽ പരിശോധന നടത്തുക എന്ന് പറയുന്നത് മുൻ സർക്കാരിന്റെ കാലത്ത് പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പോലീസിന് രമേശ് ചെന്നിത്തല ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ടീമിനോട് പറഞ്ഞിരിക്കുന്നത് ക്യാരവാൻ എങ്കിൽ ക്യാരവാൻ എവിടെയാണോ അവിടെ പോയി പരിശോധിക്കുക, യാതൊരു ഇതും ഇല്ല, നിങ്ങൾ കയറി പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. അപ്പം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു തൂഫാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെരുമ്പാവൂര് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ കൂടി ആവശ്യമായിരുന്നു. ആ ഒരു ബായ് കോളനി അല്ലെങ്കിൽ പെരുമ്പാവൂർ ഒരു ലഹരി വേട്ടയുടെ കേന്ദ്രമാണ് എന്ന പേര് അവർ മാറ്റാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നവരാണ്. കാരണം ഈ 10 വർഷക്കാലം പിണറായി ഭരിച്ചിരുന്ന സമയത്ത് പല കേസുകളും കൊടുത്തു, പല പരാതികളും കൊടുത്തു. അവിടെ ഈ ബംഗാളികൾ പോലീസ് ജീപ്പ് വരെ കത്തിക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയേറെ ഈ അവര് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ആ ഒരു ലഹരി വേട്ടയ്ക്ക് ഈ അഞ്ജനയോട് ഒരു കാര്യം കൂടി പറയുന്നത്, ഇത് ലഹരി വിൽപ്പനക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ഈ അതിഥി തൊഴിലാളികൾ. അവർക്ക് പിന്നിൽ ഇതിന് ഒരു ബിനാമി കാണും. ഈ ബിനാമികളെ പേടിച്ചിട്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൈസ കൊടുത്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷെ അവിടെ നടന്നിട്ടുണ്ട്, അറിയില്ല. എങ്കിലും ഇത്ര കേസുകൾ ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ശുദ്ധി കലാശം നടത്തി എന്നുള്ളതാണ്. പെരുമ്പാവൂര് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ മാറ്റാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായിട്ടും കഴിഞ്ഞു എന്നല്ല, എങ്കിലും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഈ കൊണ്ടുവന്ന തൂഫാൻ അവിടെ ഏറെക്കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നതാണ്. അവിടെ നമ്മൾ റിപ്പോർട്ടിങ്ങിന് പോയപ്പം ഈ സ്ത്രീകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റില്ല അതുവഴി. അത്രയും തിരക്കും അതുപോലെ തന്നെ ലഹരിയുടെ സ്മെല്ലാണ്. ആ സ്മെല്ല് നമുക്ക് ഒരാള് പുക എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ പുകയുടെ സ്മെല്ലടിക്കുമ്പോൾ ഒരാൾക്ക് എത്രത്തോളം പ്രശ്നമാകും അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആകും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്രയും തിക്കിനും തിരക്കിനും ഇടയിൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സ്മെല്ലുകൾ അടിച്ചുകൊണ്ട് ഈ സ്ത്രീകൾ അതുവഴി യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. സ്ത്രീകൾ മാത്രമല്ല, ഇത് ഉപയോഗിക്കാത്ത പുരുഷന്മാരടക്കം പലരും അതിനെ കണ്ടും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചിട്ടും ഒന്നും ഒരു നടപടി അന്നത്തെ കാലത്തുണ്ടായില്ല. പക്ഷേ രമേശ് ചെന്നിത്തല വന്നപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിഗംഭീരമായിട്ട് പെരുമ്പാവൂരിനെ ഒരു ശുദ്ധികലാശം നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും നല്ലൊരു ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ അവിടെ ലഹരി മുക്തമാണ് എന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പോലീസും ഇപ്പോൾ ചെന്നിത്തലയും ഒരുക്കുന്നത് ഒരു വലിയ വിജയമാണ്. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് അല്ലെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എടുത്തിരിക്കുന്നത്. വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ ഈ ഒരു പെരുമ്പാവൂരിൽ ഈ ഒരു ആ ഒരു നല്ലൊരു സംഭവം നടന്നുകൊണ്ടിരുന്നപ്പം വയനാട് ഇതേപോലെ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡ്രഗ്സ് പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. ആക്ച്വലി പെരുമ്പാവൂർ ഒരു മാതൃകയാവാൻ പോവുകയാണ് കേരളം മുഴുവൻ അല്ലേ? പെരുമ്പാവൂർ ഒരു മാതൃകയാവാൻ പോവുകയാണ്. കാരണം കേരള മോഡൽ ഇപ്പോൾ നമുക്കറിയാം, ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരെ ഈ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യമാണ്, ഇത് ഇന്ത്യ മൊത്തവും ഇങ്ങനെ ആക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം വാസ്തവമാവും എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100% പറയാം, ഇനി ചെന്നിത്തലയുടെ പോലീസ് അതിനെതിരെ നല്ല രീതിയിൽ തന്നെ പോകും. ഞാൻ ആദ്യം വന്നൊരു ചോദ്യത്തിലേക്ക് പോകാം. ഈ അഞ്ജന ആദ്യം ചോദിച്ചത് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആവുമോ എന്നുള്ളതാണ്. അപ്പൊ ഈ പെരുമ്പാവൂര് ഇപ്പം നമുക്ക് ഈ പെരുമ്പാവൂരുകാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ വിജയമാണ്. അത് മാത്രമല്ല, കേരളം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ ഈ ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരാണ് ഒരുപാട് പേര്. അതായത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും അവിടെ പ്രശ്നമല്ല. ലഹരിക്കെതിരെ
ഈ കൊണ്ടുവരുന്ന ഈ പദ്ധതിക്ക് എല്ലാവരും ഒരുപോലെ തന്നെ കൈകോർക്കുന്നു എന്നുള്ളത് വലിയ വിജയമാണ്. അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അഞ്ജന പറഞ്ഞതുപോലെ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ സാധ്യതകളേറെയാണ്. രേഷ്മ, അപ്പൊ നമുക്കറിയാൻ ഭരിക്കുന്ന പാർട്ടിയാണ്, ആഭ്യന്തരം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആവുമ്പം VD സതീശന്റെ ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണോ ഈ ഒരു സാഹചര്യത്തിൽ? അതെ, VD സതീശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂട്ടേൺ അടിക്കുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ, അതായത് മദ്രച്ചിട്ട് കഴിക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയാണ് VD സതീശന്റെ. കാരണം അദ്ദേഹം കൊണ്ടുവന്ന വാഗ്ദാനങ്ങളെല്ലാം വെല്ലുവിളികളോടെ മാറുകയാണ്. അതായത് ഇപ്പൊ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വന്നു, അവിടെ വെല്ലുവിളി നേരിടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ വികലാംഗർ, അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ളവർ, ഈ ജെൻഡർ അല്ലാതെ ഈ ഇത്ര വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് യാത്രാ സൗകര്യം കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്, പക്ഷേ സീറ്റ് എടുക്കുന്ന പുരുഷന്മാർക്ക് ടിക്കറ്റ് എടുക്കുന്ന പുരുഷന്മാർക്ക് സീറ്റില്ല. ആ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വന്നു. കാരണം ടിക്കറ്റ് എടുക്കുന്ന പുരുഷന്മാർക്ക് സീറ്റില്ല, ടിക്കറ്റ് എടുക്കാത്ത സ്ത്രീകൾക്ക് സീറ്റും വേണം, എന്നാൽ അവർ പുരുഷന്മാരുടെ സീറ്റ് തരുകയില്ല, അതായത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ സംവരണം ഇല്ലാത്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്നു, ഓൾറെഡി പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതും കൂടെ ആയപ്പോഴത്തേനെ തീരെ പറയണ്ട. അതെ അതെ, തീരെ പറയണ്ട. അപ്പൊ ചിലവർ ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കത്തുമില്ല, ഇവർക്ക് സീറ്റ് ഇട്ട് പൈസ കൊടുത്ത് കയറുന്ന ആളുകൾക്ക് സീറ്റ് കിട്ടുന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നവും അവിടെ ഉണ്ട്. പിന്നെ ഇപ്പം നമുക്കറിയാം നിയമസഭയിലൊക്കെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒന്ന് ഉയർത്ത ഒരു കാര്യമായിരുന്നു ഈ നികുതി, മദ്യത്തിന്റെ നികുതിയെ അല്ലെങ്കിൽ നികുതി കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള ഒരു വിഷയമൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് തിരിച്ചടിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യം ഉണ്ടായിരുന്ന, അതായത് ഇലക്ഷൻ ടൈമിൽ ഉണ്ടായിരുന്ന വലിയൊരു തിളക്കം ഇപ്പൊ ഏറെക്കുറെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല, അധികം മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട. നിയമസഭയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്, എങ്കിലും ആ ഒരു പഴയ ഒരു തിളക്കം അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ മറുവശത്ത് രമേശ് ചെന്നിത്തല അങ്ങനല്ല. രമേശ് ചെന്നിത്തല തന്റെ ആഭ്യന്തരം അടിപൊളിയായിട്ട് കൈ കിട്ടിയിരിക്കുന്നത് അത് നന്നായിട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയാം അല്ലേ? അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അഞ്ജന പറഞ്ഞതുപോലെ ഒരു പക്ഷേ മുഖ്യമന്ത്രിയിലേക്ക് രമേശ് ചെന്നിത്തല പെട്ടെന്ന് തന്നെ എത്തും. അതെ.